ഹായ് ഫ്രണ്ട്സ്, മുമ്പൊരു വീഡിയോ ഞാൻ എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്നും എന്താണ് ഡൊമൈൻ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏതാണ് നല്ല ഹോസ്റ്റിംഗ് പ്ലാൻ, അതല്ല ഏത് തരം ഹോസ്റ്റിംഗ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതായിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം തന്നെ ഈ ഹോസ്റ്റിംഗ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോസ്റ്റിംഗ് എളുപ്പം പോയി നമ്മളങ്ങ് തിരഞ്ഞെടുക്കുകയല്ല. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പെട്ടെന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യേണ്ടത്. എന്താണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് വേണം നമ്മൾ ഒരു വെബ് ഹോസ്റ്റിംഗ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതിനു മുന്നേ ഏതൊക്കെ തരം ഹോസ്റ്റിംഗ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ ഷെയർഡ് ഹോസ്റ്റിംഗ്. അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു റിസോഴ്സസ് പല ആൾക്കാർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സെർവറിൽ തന്നെ ഒന്നിലധികം വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ റിസോഴ്സസ് ഈ എല്ലാവരും കൂടി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഉപയോഗിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പേസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മറ്റു വെബ്സൈറ്റുകളെ ബാധിച്ചേക്കാം. ചിലപ്പോൾ എന്നല്ല, അത് തീർച്ചയായിട്ടും അത് ബാധിക്കും. പക്ഷേ ഒരു ചെറിയ വെബ്സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റുകയില്ല. അടുത്തൊരു തരം വെബ് ഹോസ്റ്റിംഗ് ആണ് VPS. അത് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയും. ഈ സെർവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഷെയർഡ് ഹോസ്റ്റിംഗ് സംവിധാനം തന്നെയാണ്. പക്ഷേ ചില സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി ഓരോ വെബ്സൈറ്റിനും കൃത്യമായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നോർമലി ഉള്ള ഒരു ഷെയർഡ് ഹോസ്റ്റിംഗിൽ പോലെ തന്നെ ഒരു വെബ്സൈറ്റിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്പേസ് മറ്റുള്ളതിനെ അത്ര രീതിയിൽ ബാധിക്കത്തില്ല. പക്ഷേ എല്ലാവരും ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഹാർഡ്വെയർ സംവിധാനം തന്നെയായിരിക്കും. അടുത്തൊരു സംവിധാനം എന്ന് പറയുന്നത് ക്ലൗഡ് ഹോസ്റ്റിംഗ് ആണ്. ഈ ക്ലൗഡ് ഹോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു ഷെയർഡ് ഹോസ്റ്റിംഗ് ആണെങ്കിൽ പോലും ഒന്നിലധികം വെബ്സൈറ്റുകൾ ഒരു സെർവറിലാണെങ്കിൽ പോലും ഇതിനൊരു പ്രത്യേകത, ഓരോ വെബ്സൈറ്റും പല സെർവറുകളിലായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. എന്ന് പറയുമ്പം ഒരു വെബ്സൈറ്റ് പല സെർവറുകളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു സെർവറിലെ ഒരു വെബ്സൈറ്റ് കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഉപയോഗിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ട്രാഫിക് വളരെ കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേ വെബ്സൈറ്റ് അടുത്ത സെർവറിലേക്ക് ആക്സസ് പോവുകയും ആ സെർവറിൽ നിന്നായിരിക്കും പിന്നെ ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കൂടുതലായി ട്രാഫിക് എടുത്താൽ തന്നെയും മറ്റ് വെബ്സൈറ്റുകളെ അത് ബാധിക്കുകയില്ല. പിന്നെ അടുത്ത ഒരു ഇനം എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് സെർവറാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവസാനത്തെ ഒരു ഓപ്ഷനാണ് ഡെഡിക്കേറ്റഡ് സെർവർ. ഈ ഡെഡിക്കേറ്റഡ് സെർവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന് മാത്രമായിട്ട് നമുക്ക് തരുന്ന ഒരു സെർവർ സംവിധാനമാണ്. അല്ലെങ്കിൽ ആ ഹാർഡ്വെയർ ആ ഒരു വെബ്സൈറ്റ് ആരാണോ ഡെഡിക്കേറ്റഡ് സെർവർക്ക് അവർക്ക് മാത്രമായിട്ട് തരുന്നതാണ്. അപ്പോൾ ഫുൾ കൺട്രോൾ ആരാണോ ഈ സെർവർ വാങ്ങിച്ചിരിക്കുന്നത് അവർക്കായിരിക്കും. അത് സാധാരണ ചെറുകിട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ടുപോകുക അസാധ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് നമുക്ക് ഈ ഓരോ സെർവറും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഒരു സാധാരണഗതിയിൽ ഒരു ചെറിയ വെബ്സൈറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റൊക്കെ കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഷെയർഡ് ഹോസ്റ്റിംഗ് തന്നെ ധാരാളമാണ്. അത് ഒരു മാസം ഏകദേശം ഒരു 30,000 അല്ലെങ്കിൽ 40,000 വ്യൂവേഴ്സ് മാത്രമല്ല യൂസേഴ്സ് മാത്രമാണ് ഈ സെർവർ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടില്ല. ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗവും ഷെയർഡ് ഹോസ്റ്റിംഗ് തന്നെയാണ്. അതല്ല ഇനി നമുക്ക് കുറച്ചുകൂടി ആൾക്കാർ നമുക്ക് വന്ന് പോകുന്നുണ്ട് നമ്മുടെ സൈറ്റിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ VPS ഏറ്റവും നല്ല ഓപ്ഷനാണ്. അത് ഡൗൺ ടൈം മറ്റേതിനെ അപേക്ഷിച്ച് വളരെ കുറവുമായിരിക്കും. ഇനി നമുക്ക് അറിയാം ഒരു 10-60,000 പേര് മേളിൽ നമുക്ക് യൂസേഴ്സ് മാസം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഡൗൺ ടൈം വളരെ കൂടുതലായിരിക്കും. മറ്റ് സൈറ്റുകൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ കാര്യമായിട്ട് ബാധിച്ചേക്കാം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മില്യൺ വ്യൂസ് ഒക്കെ വരുന്ന ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ വരുന്ന സൈറ്റുകളുണ്ടല്ലോ. ഒരു 5 ലക്ഷം 10 ലക്ഷം യൂസേഴ്സൊക്കെ വരുന്ന ട്രാഫിക് വരുന്ന സൈറ്റുകളാണെങ്കിൽ അത് നമുക്ക് ഡെഡിക്കേറ്റഡ് സെർവർ തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഡെഡിക്കേറ്റഡ് സെർവറിന് വളരെ ചിലവ് കൂടുതലായിരിക്കും. ക്ലൗഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും അത് മറ്റ് രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ചിലവ് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം പോയി ഏറ്റവും വലിയ ഡെഡിക്കേറ്റഡ് സെർവർ തന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യം ചെറിയ രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്
ഷെയർഡ് ഹോസ്റ്റിംഗ് തന്നെ തുടങ്ങാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ഹോസ്റ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രീ വെബ്സൈറ്റുകളെ കുറിച്ച്. പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ഹോസ്റ്റിംഗ് എന്നുള്ള ഒരു സംവിധാനമേ നമ്മൾ മറന്നേക്കുക. നമ്മൾ അല്പം ക്യാഷൊക്കെ മുടക്കി തന്നെ നമുക്ക് ഒരു വെബ്സൈറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് ഭാവിയിൽ നല്ലത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നമ്മൾ, അതായത് ഷെയർഡ് ഹോസ്റ്റിങ്ങോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങോ, ഇത് ഏതെങ്കിലുമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഇത് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പിന്നെ മൈഗ്രേറ്റ് ചെയ്യാനാണ് വളരെ എളുപ്പമാണ്. അതായത് ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ നിന്ന് ക്ലൗഡ് ഹോസ്റ്റിങ്ങിലോട്ടോ ക്ലൗഡിൽ നിന്ന് ഡെഡിക്കേറ്റഡ് സെർവറിലോട്ടോ മാറ്റുക എന്ന് പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെറിയത് തുടങ്ങുകയും പിന്നെ നമ്മുടെ സൈറ്റ് വലുതാകുന്നതനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിലേക്ക് നമുക്ക് മാറാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറയുന്നത് ആദ്യം കൂടുതൽ മുതൽ മുടക്കി നമുക്കൊരു വെബ്സൈറ്റ് തുടങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ പലരും കാണുന്നതാണ്, പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഹോസ്റ്റിങ്ങിനകത്ത് തന്നെ എഴുതിയേക്കുന്ന കാണാം പല രീതിയിൽ. എന്താണ് വിൻഡോസ് ഹോസ്റ്റിങ്, ലിനക്സ് ഹോസ്റ്റിങ്, അതല്ലെന്നുണ്ടെങ്കിൽ വേഡ്പ്രസ് ഹോസ്റ്റിങ്, ഇങ്ങനെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് അത് ചില ഏത് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് വെച്ചേക്കുന്ന ചില പാക്കേജുകളാണ്. അത് ഓരോ കമ്പനികളും കൊടുക്കുന്ന ഓരോ പാക്കേജുകളാണ്. പിന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഈ ഹോസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഈ വിൻഡോസ് ഹോസ്റ്റിംഗ് അതല്ലാന്നുണ്ടെങ്കിൽ ലിനക്സ് ഹോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അതൊന്നും മറ്റുമായിട്ട് നമ്മുടെ ഈ തരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഏത് കമ്പനിയുടെയാണ് നല്ലത് അതല്ലെങ്കിൽ അതിന് അവർ കൊടുത്തേക്കുന്ന പ്രത്യേകം ഓരോരോ പ്ലാനുകളുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പം ബേസിക് ആയിട്ടുള്ള ഏതൊക്കെ തരം ഹോസ്റ്റിംഗ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്തിനൊക്കെ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിലാണെങ്കിൽ. കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം. അതല്ല നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.